എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞും ഹരി സത്യാവസ്ഥയൊന്നും പറയുന്നില്ല കേട്ടോ രോഹിത്തിനോട് പറയുവാണ്, രാത്രിയിൽ അലീനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ മിസ് കോൾ എടുപ്പിക്കാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഭയങ്കര ആകാംക്ഷയാണ് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എടാ ഞാനും കൂടെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അന്നേരം എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ പോയി കിടന്നോ എന്ന് പറയുവാണ്. അന്നേരം തിരുവിഷമത്തോടെ രോഹിത്ത് ഉറങ്ങാനായിട്ട് പോവുകയാണേ. അന്നേരം ഹരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ഈ പെൻ ഡ്രൈവ് എന്തെങ്കിലും ഉണ്ടോ, സമയം പോകാനാന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, എന്നാൽ നിൻ്റെ ലാപ്ടോപ്പ് എങ്കിലും സൈറ്റിൽ കയറി നോക്കാമല്ലോ എന്നിങ്ങനെ പറയും. അവൻ എല്ലാ തരത്തിലും ഒരു വഷളനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വീഡിയോ കാണാനായിരിക്കും അവൻ ലാപ്ടോപ്പ് ചോദിച്ചത്. പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് രോഹിത് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 7 മണി കഴിഞ്ഞാണ് കണ്ണു ഓർക്കുന്നത്. എന്തെങ്കിലും ചാടി എഴുന്നേക്കൂട്ടുക, കട്ടിലേ ഹരിയില്ല എന്നറിയുമ്പം ഇങ്ങനെ എഴുന്നേറ്റ് ജനലൊക്കെ മാറ്റിയിട്ട് അപ്പുറത്തും നോക്കുന്ന സമയത്താണ് 2 കപ്പ് ചായയായിട്ട് ഹരി റൂമിലേക്ക് വരുന്നത്. അന്നേരം നീ എപ്പോഴാടാ വന്ന് കിടന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഇന്നലെ 3:30-4 മണിയായി വന്ന് കിടന്നപ്പോൾ എന്ന് പറയുമ്പോൾ, അത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ഹരി പറയുവാണ്, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അലീനെ മിസ് കോൾ അടുപ്പിച്ച് ഇവൻ താഴോട്ട് ചെന്നു. അവർ കുറേ നേരം ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3:30-4 മണിയായപ്പോഴാണ് വന്ന് കിടന്നത്. പിന്നെ രാവിലെ കോളേജിൽ പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റതായെന്ന് പറയുമ്പം, നീ എങ്ങനെ എഴുന്നേറ്റ്, നീ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കും. അന്നേരവും ഹരി പറയുന്നത്, അലീനെ വന്ന് വിളിച്ചു എന്നാ. അന്നേരം ഈ റൂമിൽ വന്ന് വിളിച്ചോ, അന്നേരം നീ എന്നെ ഇങ്ങനെ വിളിക്കാതിരുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയും, രാവിലെ 2 കിസ് ചെയ്യാനുള്ള അവസരം ഞാൻ എന്തിനാടാ കളഞ്ഞു കുളിക്കുന്നത്, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം രോഹിത്ത് വിശ്വസിക്കും. രോഹിത്തിനാകെപ്പാടെ സങ്കടവും ഒരു നിരാശയൊക്കെ തോന്നുവാണ്. അലീനെ വന്നതും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കാണിച്ചു തോന്നും അവന് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹരി പറയുന്നുണ്ട്, രാവിലെ അവൻ ഇറങ്ങി ചെന്നപ്പോഴേ അലീന 2 ബുൾസൈ ഇട്ട് കൊടുത്തു, അതുകൊണ്ട് അവന് രാത്രിയിൽ ഉറക്കളിച്ചിരുന്നതിൻ്റെ ക്ഷീണം എല്ലാം മാറി എന്നൊക്കെ പറയുവാണ്. ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേട്ട് രോഹിത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി അവിടെ റൂമൊക്കെ തുടയ്ക്കുമ്പോൾ ഒരു റൂം മാത്രം അടച്ചിട്ടേക്കും കേട്ടോ, അതൊരിക്കലും തുറക്കാറില്ല. അതെന്താ പോലും തുറക്കാത്തേ എന്നറിയാൻ ഒരു ഭയങ്കര ആകാംക്ഷ. അന്നേരം കുറച്ച് നേരം അതിന് ചുറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടച്ചും പെറുക്കിയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് താക്കോൽ എടുത്തുകൊണ്ട് വന്നാൽ ഒന്ന് തുറന്ന് നോക്കാമെന്ന് ഓർത്ത് താക്കോൽ എടുത്തുകൊണ്ട് വരുവാണ്. കുറേ താക്കോലിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേക്കും സൂട്ടാവും, അത് തുറന്ന് കഴിയുമ്പോൾ നിറയെ പൊടിയും പല്ലിയൊക്കെ. ആകെ തുറക്കുന്നത് പല്ലിയും വന്ന് ഫ്രണ്ടിലോട്ട് വീഴും. അത് കഴിഞ്ഞ് പൊടിയടിച്ച് തുമ്മലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടച്ചിട്ട് അതുപോലെ തന്നെ പൂട്ടി താക്കോൽ കൊണ്ട് വയ്ക്കുവാണ്. അത് കഴിഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈശ്വര അതിൻ്റെ അകത്ത് എന്താ പോലും, അതിനെ അവരിങ്ങനെ തുറക്കാതിട്ടേക്കുന്നത്, പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോരുവാണ് രേവതി. അത് കഴിഞ്ഞ് മോപ്പൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് ജോസൂട്ടിയും വരും കേട്ടോ. ജോസൂട്ടി ഫ്രിഡ്ജിൽ എന്തോ വെക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ജോസൂട്ടി ചോദിക്കും, എപ്പോഴും പണിയാണോ, പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ, അവർ പറയുന്ന ജോലിയെല്ലാം ചെയ്യണോ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയും, എന്നോട് അങ്ങനെ ജോലിയൊന്നും പറയാറില്ല, ഒരു വീടാകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാലോ, അതൊക്കെ കണ്ടും കേട്ടും ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ജോസൂട്ടി ചോദിക്കും, മാമച്ചാൻ ഇത്തിരി പഞ്ചാര അല്ലേന്ന്. എന്നിട്ട് ഇത്തിരിയല്ല, നല്ല പഞ്ചാര, അതിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ജോസൂട്ടി, നീ ഒരു പൊട്ടിയാണല്ലോടി എന്നിങ്ങനെ പറയും. അന്നേരം രേവതി പറയും, അയ്യോ ഞാൻ പൊട്ടിയൊന്നുമല്ല, ഞാൻ എല്ലാ ക്ലാസ്സിലും നല്ല ഫസ്റ്റായിട്ടാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ, എന്നിട്ട് എന്തായി, ഇപ്പോഴും വേലക്കാരി തന്നെയല്ലേ എന്ന് കളിയാക്കുവാണ് ജോസൂട്ടി. അന്നേരം രേവതി തിരിച്ചും പറയുന്നുണ്ട്, ഈ പറയുന്ന ആളുടെ ജോലി എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കൂടുതൽ പറയണ്ട എന്ന് പറയും. എന്നിട്ട് ജോസൂട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, അവിടെ മുകളിൽ ഒരു റൂം മാത്രം അടച്ചിട്ടേക്കുക, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അതെന്താണെന്ന് അറിയത്തില്ല, വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടേക്കുന്ന വല്ല മുറിയായിരിക്കും, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ വന്നിട്ട് 2 വർഷമായിട്ട് അതങ്ങനെ പൂട്ടി തന്നെ കിടക്കുക, തുറക്കാറില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം രേവതിയുടെ മുഖഭാവം കാണുമ്പോൾ, എന്തിനാ ഇനിയിപ്പോൾ അത് തുറന്ന് കയറിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് തുടയ്ക്കാറില്ല, അതുകൂടി ഒന്ന് തുടച്ചിടാന്ന് ഓർത്താന്ന് പറയുമ്പം, അത് തുടച്ചിട്ടില്ലെങ്കിൽ മനസ്സമാധാനം ആകില്ല അല്ലേ, ആ മുഖം കണ്ടാലേ മനസ്സിലായി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ജോസൂട്ടി. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്ത് കോളേജിൽ പോയിട്ട് തലവേദനയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. ഹരി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അലീനയുടെ അടുത്തുനിന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയാണ് അവൻ നേരത്തെ വന്നത്. വാതിൽ വന്ന് പയ്യൊന്ന് തള്ളി നോക്കുമ്പം അകത്തുനിന്ന് കുറ്റിയിട്ടുക, കോളിമ്പലടിക്കുമ്പം അലീന വന്ന് തുറക്കും. അന്നേരം അലീനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് എപ്പോഴും ഈ വാതിലിങ്ങനെ കുറ്റിയിട്ടേക്കുന്നതെന്ന്. അന്നേരം അലീന പറയും, ഞാൻ എപ്പോഴും അടുക്കളയിലായിരിക്കും, തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ വല്ല കള്ളന്മാരും വന്ന് കയറി അറിയാമല്ലോ, അതുകൊണ്ടായെന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി, എങ്കിൽ അടച്ചേരേ എന്ന് പറഞ്ഞാൽ അവൻ അകത്തോട്ട് കയറും. അലീന വാതിലടച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ കയറി പോവാണല്ലോ. അന്നേരം ഭക്ഷണം കഴിച്ചില്ലായിരിക്കും, വന്നാൽ ഞാൻ ചോറ് വിളമ്പിത്തരാമെന്ന് പറയുമ്പോൾ, എനിക്ക് ചോറൊന്നും വേണ്ട, ഒരു മൂടില്ല, എനിക്കൊരു ചായ തന്നാൽ മതി എന്ന് പറയും. അന്നേരം അലീന, ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാണ്. അലീന ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കി അവൻ മേളിൽ തന്നെ നിൽപ്പണ്ടേ. എന്നിട്ട് അലീന ചായ എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് രോഹിത് ചായ
എടുത്തു വാ, ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഓ വേണ്ട, അതിങ്ങ് എടുത്തുകൊണ്ട് തന്നാൽ മതിയെന്ന് പറയും. അന്നേരം ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഓ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ആ ചായ മാത്രം മതിയെന്ന് പറയും. പാവം അലീന ആ ചായയായിട്ട് റൂമിലേക്ക് ചെല്ലുക. റൂമിലേക്ക് ചെന്ന് ചായ കയ്യിലോട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നല്ല തലവേദനയാണെങ്കിൽ ഞാനൊരു ഓയിൽ തരാം, അത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറയും എന്ന് പറയും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, മെഡിസിൻ ബോക്സുമായിട്ടാണോ നടക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ബാം തരാമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഓയിൽ, ഇതെല്ലാം കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, സ്നേഹസദനത്തിൽ കുട്ടികളും വൃദ്ധരും പ്രായമായവരും വയ്യാത്തവരും അസുഖമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പലപ്പോഴും പലതും ആവശ്യം വരുമല്ലോ, അതിനുള്ളതൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഏതെങ്കിലും വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നിട്ടുണ്ടോ എന്ന്. അന്നേരം അലീന പറയും, ഞാനതിന് വേലക്കാരിയായിട്ട് നിൽക്കാൻ വന്നതൊന്നുമല്ല, മുത്തശ്ശിയെ നോക്കാനായിട്ട് വന്നതാണ്. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇതിനു മുമ്പ് ആ കൊല്ലപ്പള്ളിയിൽ നിന്നപ്പോഴും അവിടുത്തെയും ജോലിയൊക്കെ ചെയ്തിരുന്നു, വേറെ ഒന്നും ഞാൻ വേറൊരിടത്തും അങ്ങനെ പോയി ചെയ്തിട്ടുമില്ല എന്ന് പറയും. പിന്നെ ഇവിടുത്തെ മാഡത്തിൻ്റെ സ്വഭാവം പ്രത്യേക തരത്തിലാണല്ലോ, എല്ലാവരോടും ദേഷ്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അമ്മ എല്ലാവരോടും അങ്ങനെയാണ്, ഞങ്ങളോടും അങ്ങനെയാണ്, ദേഷ്യം ഉള്ളതുകൊണ്ടൊന്നുമല്ല, അത് അങ്ങനെ പെരുമാറുള്ളൂ, അതുകൊണ്ടാണ് ചെറുപ്പക്കാർ വേലക്കാരികൾ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 മാസം, അത് കഴിയുമ്പോൾ പറഞ്ഞു വിടുമെന്ന് പറയും. അന്നേരം അലീന എന്നോടും അങ്ങനെ ആയിരിക്കൂലേ എന്നിങ്ങനെ ചോദിക്കുമ്പം മുത്തശ്ശി സപ്പോർട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുവാണ് രോഹിത്. ഇതെല്ലാം അലീന അവൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് അവൻ അലീനയുടെ അനിയനാണ് എന്ന് അലീനയ്ക്ക് അറിയാലോ, അതിൻ്റെ ഒരു വാത്സല്യവും സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ എന്തോ നിവൃത്തികേട് കൊണ്ടാണ് എന്നാണ് മേഡത്തിൻ്റെ വിചാരം. കാരണം ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, മുത്തശ്ശി ഓർത്തിട്ടാണ്. പിന്നെ പല കാര്യവും ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ പയ്യെ. അന്തിക്കും രോഹിത് ഇങ്ങനെ നോക്കുന്നേക്കും, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുക. അവൻ്റെ വിചാരം അവനൊക്കെ ഇഷ്ടമായിട്ടാണെന്നായിരിക്കും. ഏതായാലും അവിടെയുള്ളതെല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടേക്കുമല്ലേ. അന്നേരം അലീന നോക്കി, ഇതെന്താ ഇങ്ങനെയെല്ലാം നിരത്തി ഇടുന്നത്? ഞാൻ ഇന്നും രാവിലെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അടുക്കി ഒതുക്കി സെറ്റാക്കി വെക്കും, അത് കഴിയുമ്പം പിറ്റേ ദിവസവും ഇതുപോലെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണ്. എഞ്ചിനീയറിങ്ങിനെ പഠിക്കുന്ന ഒരാളല്ലേ, കുറച്ചൊക്കെ അടുക്കും ചിട്ടയും വേണ്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയും. അത് കഴിഞ്ഞ് കട്ടിലയിൽ അലക്കിയ തുണി അല്ലാത്ത തുണിയെല്ലാം ഇട്ടേക്കുക. അന്നേരം അതെല്ലാം എടുത്തിട്ട് അലീന കബോർഡിലേക്ക് വെക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം കുളമായി കിടക്കുക, ഞാൻ വൃത്തിയാക്കാൻ വരുന്ന സമയത്ത് അടുക്കി വൃത്തിയാക്കി വെക്കാം കേട്ടോ എന്നിങ്ങനെ പറയും. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നെങ്കിൽ പെട്ടെന്ന് രോഹിത് അടുത്ത് വന്ന് നിൽക്കുവാണേ. എന്നിട്ടിങ്ങനെ അവൻ്റെ നോട്ടമൊക്കെ കാണുമ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി അത്ര ശരിയല്ല എന്ന്. അപ്പോഴത്തേക്കും രോഹിത് അലീനയോട് പറയുവാണ്, അലീനയെ കാണാൻ എന്ത് ഭംഗിയാണ്, അനാഥാലയത്തിൽ നിന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് തോന്നില്ല, വന്ന് അന്ന് തൊട്ട് എനിക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും. അതൊക്കെ അലീനയ്ക്ക് ആകെ സങ്കടമാവും കേട്ടോ. അലീന പറയും, ഈശ്വര അങ്ങനെയൊന്നും ചിന്തിക്കരുത്, എന്നെ ഒരു സഹോദരിയായിട്ട് മാത്രമേ കാണാവുള്ളൂ, അല്ലാത്ത രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാപാവമാണ് എന്ന് പറയും. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എനിക്ക് വേറെ 2 സഹോദരിമാരുണ്ട് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടാൽ മതി, അങ്ങനെ കാണാവുള്ളൂ എന്ന് പറയുമ്പം രോഹിത് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ എന്താ ആണല്ലേ, നീ എൻ്റെ അടുത്ത് വലിയ നിഷ്കളങ്കത ഒന്നും കാണിക്കണ്ട, നീ ആരാണ് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അലീനയ്ക്ക്. അലീന പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കൈ മാറ്റുമെന്ന് പറയുക. അലീന പോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കൈ കയറ്റി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രോഹിത്. അന്നേരം കൈ മാറ്റുമെന്ന് പറയുമ്പോൾ മാറ്റിയില്ല എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്തിക്ക് അലീന ദേഷ്യപ്പെട്ട കൈ തട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരുവാണ്. ആകെ ഒരു നിരാശാബോധത്തോടെ നിൽക്കുന്നു രോഹിത്. അലീന താഴോട്ട് ഇറങ്ങി വരുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവിടെ ഇറങ്ങി വന്ന് നിന്ന് കുറേ നേരം കരയും. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാണ്, പുറത്തു കൊടുത്തേക്കണേ ഭഗവാനെ എന്ന്. കാരണം ശരിക്കും ചേച്ചിയല്ലേ, ആ രീതിയിൽ കാണേണ്ടതല്ലേ രോഹിത്, വേറൊരു രീതിയിൽ കണ്ടതുകൊണ്ടുള്ള സങ്കടമാണ് അലീനയ്ക്ക്. ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പിന്നീട് അലീന മിറ്റമടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ആ കുഞ്ഞുമോളായിരുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്തേനെന്ന്, എന്നാൽ ഞാൻ കുഞ്ഞുമോളെ പോലെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ കുഞ്ഞുമോൾക്ക് പഠിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ വൃത്തിക്കാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിയാമല്ലേ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന അലീനയും അത് കേട്ട് നിൽക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്.